ഞങ്ങളൊന്ന് ഊട്ടി വരെ പോവാണ് കേട്ടോ. ഊട്ടി നമ്മുടെ വീടിൻ്റെ അടുത്താണ്. ഒരു 1.25 മണിക്കൂർ ബസ്സിന്, അത്രയേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. മൂത്ത മോനെ ഹാഫ് ഡേ സ്കൂള് പെർമിഷൻ ചോദിച്ചിട്ട് കൂട്ടിയിട്ട് പോവുക. കാരണം എന്താ വെച്ചാൽ മൂത്ത മോനൊന്ന് കണ്ണ് ഡോക്ടറെ കാണിക്കണം. ചെറിയ മോനെ ഊട്ടിയിലൊരു സ്കൂളിൽ വെച്ചിട്ട് ചെസ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. അവനെ രാവിലെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് പോയി. അവനൊന്ന് പിക്ക് ചെയ്യുകയും വേണം, ഇവനൊന്ന് ഡോക്ടറെ കാണിക്കുകയും വേണം. ആ 2 ലക്ഷത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിൽ പോകുമ്പോൾ ഒരു തനിയെ ഫീലാട്ടോ. ഞാനധികം ബസ്സിൽ പോകാറില്ല, ഹസ്ബൻഡിൻ്റെ കൂടെ കാറിലാണ് പോകാറ്. പക്ഷെ ബസ്സിൽ പോകുമ്പോൾ മേലെ നമുക്ക് താഴ്വരയിലേക്ക് കാണുന്ന പോലെ ഒരു ഫീലാണ്. ചെസ് കോമ്പറ്റീഷൻ പൊട്ടിപ്പൊളിഞ്ഞ ആളെയും കൂടി ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. കാരണം ഇവനെ പിക്ക് ചെയ്യേണ്ട സ്ഥലവും അവനെ ഡോക്ടറെ കാണിക്കേണ്ട സ്ഥലവും കുറേ ദൂരത്ത് രണ്ട് സ്ഥലത്താണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ ഊട്ടി മെയിൻ ബസാർ. ഇതിൻ്റെ ഇടയിൽ മോനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കേട്ടോ. കണ്ണിന് എന്തോ ഒരു അലർജിയാണ്, ഡ്രോപ്സ് വെച്ച് ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞ്. അടുത്തത് ഒരു ഫ്ലോർ മാറ്റ് വാങ്ങണം. ഓൾറെഡി ഞാൻ ആ കടയിൽ നിന്ന് ഫ്ലോർ മാറ്റ് മേടിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഹോൾസെയിൽ ഷോപ്പുമാണ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ്. അപ്പോൾ ആ കട ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ പോക്ക് കേട്ടോ. പിന്നെ ഫ്ലോർ മാറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ ഓരോ വടയും ചായയൊക്കെ കുടിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് പിടിക്കുന്നതാണ് ഭയങ്കര പാട്. ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബസ് കിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ ടൈമിങ്ങിനെ ബസ്സുള്ളൂ. ഞാൻ പേടിച്ചു. അവിടെ ഒരാളോട് അന്വേഷിച്ചു പറഞ്ഞു ഇനി 7:30 ബസ്സുള്ളൂ. അയ്യോ ഭയങ്കര ഇരുട്ടാവില്ലേന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഒരു ബസ് വന്നു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവുകയാണേ. ഭയങ്കര തണുപ്പ്. ബായ്.